ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു ഗെയിം തന്നെ ലൈഫ് മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ബിക്കോസ് ഇന്ന് നമ്മുടെ എൻഡ് ഡേ ആണ് ഗൈസ്. ബെക്കാമിൻ്റെ ചാപ്റ്റർ 4 എങ്ങനെ ഇവിടെ വെച്ച് എൻഡ് ആവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം എല്ലാം അങ്ങ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ എന്നിട്ട് ഗൈസ് പറയാം, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ ലൈക്ക് കുറേ കിട്ടണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബെക്കാമിൻ്റെ ചാപ്റ്റർ 4 എൻഡ് ആവുകയാണ് ഇവിടെ വെച്ചാൽ. അതുപോലെ ബെക്കാമിൻ്റെ ചാപ്റ്റർ 4 ഇനി അങ്ങോട്ടില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ ഗൈസ്, നമുക്കിന്ന് കുറേ പ്ലേയേഴ്സിനെ കിട്ടാനുണ്ട്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോ നമുക്ക് ഫോർഡിനെയൊക്കെ കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ കേടാ, എന്തായാലും ഇന്നലത്തെ വീഡിയോ സെറ്റായിരുന്നു. അതല്ല മാത്രമല്ല, നമുക്ക് കുറച്ച് പ്ലേയേഴ്സിനെയും കൂടെ എടുക്കാനുണ്ട് ഗൈസ്, എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട്. ഗൈസ്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഫോർഡിനാണ്. അപ്പോൾ ഗൈസ്, അതൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ ആദ്യമേ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ലോങ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണാൻ ശ്രമിക്കുക ഗൈസ്. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നല്ല ഇതായിരിക്കും ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് കുറേ പ്ലേസിനെ എടുക്കാനുണ്ട് ഗൈസ്. അത് ആരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ 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 ഫോർഡിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാം ഗൈസ്. അയ്യോ, പറ്റിയില്ല. കുഴപ്പമില്ല. ഫോർഡൻ എന്ത് ചെയ്താണ്? ഫോർഡൻ ഇവിടെ എനിക്കിപ്പോൾ ഗോളൊക്കെ അടിക്കാൻ അറിയാം. ഞാൻ ഫോർഡിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനാണ് സത്യത്തിൽ ഇപ്പം നോക്കിയത്, അല്ലാന്നൊന്നും തന്നെയല്ല കേട്ടോ. മെസ്സിയോ ഗൈസ്, മെസ്സിയുടെ കോപ്പിയാണത് ആ പ്ലെയർ. ക്രിസ്ത്യാനോ റൊണാൾഡോ എപ്പോഴും സ്ട്രൈക്കർ ആയതുകൊണ്ട് ഇങ്ങനെ ഗോൾ പോസ്റ്റിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരിക്കും. ഓ ഗൈസ്, കോർണർ കിക്കാണ്, നമ്മുടെ കോർണർ കിക്കാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. അല്ല ഗൈസ്, ഇനി മെസ്സി ആണോ ഇനി അമ്മയുടെ ടീമുള്ളത്? അല്ല ഗൈസ്, ഞാൻ ബി ആണോ ആദ്യം കണ്ടത്, എം അല്ല. കണ്ടോ ഗൈസ്, ബെസ്സി എന്ന് തന്നെയാണ്, എനിക്ക് തെറ്റത്തൊന്നുമില്ല ഗൈസ്. ഓ, ഈ മാച്ച് നമുക്ക് 5-1 കേട്ടോ. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റിലത്തെ മാച്ച് വെച്ച് എൻ്റെ ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് മാച്ചിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇനി ഗൈസ് ഒരു മാച്ചോടെ കളിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നണത്. അറിഞ്ഞൂടാ കറക്റ്റായിട്ട് ഗൈസ്. അതെ ഗൈസ്, നമുക്കിനി ഒരെണ്ണോടെ പറഞ്ഞാൽ കളിച്ചാൽ മതി. ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ബിക്കോസ് നിങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം ഗൈസ്. ബിക്കോസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് മാച്ച്. നമ്മൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? അപ്പോൾ ഇനി മുതൽ നമ്മുടെ ബെക്കാമിൻ്റെ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ് അതിനി അങ്ങോട്ടില്ല. ഇന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, വൈൻഡപ്പ് ആവുകയാണ് വെച്ചാൽ നമ്മൾ തീർക്കാണ്. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന പെർമർ ലഗ്യു അല്ലെ വേറെ ക്രോണിക്കൽസും നമുക്ക് കളിക്കാം. റോബർട്ട് കാർലോസ് അവരുടെയൊക്കെ ഉണ്ട്. ബട്ട് ഗൈസ്, എന്തായാലും ഞാൻ ഇപ്പണ്ടേ അങ്ങ് കളിക്കുന്നില്ല ഗൈസ്. അതൊക്കെ നമുക്ക് വഴിയെ കളിക്കാം. ഓക്കെ ഓ ഗൈസ്, ഞാൻ മാർക്കറ്റിൽ ഇന്നലെ കുറേ പ്ലേസിനെ വിൽക്കാനിട്ടായിരുന്നു. നിങ്ങളത് കണ്ടായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ഇവിടെ കുറേ മഞ്ഞ, സിൽവർ, ഗോൾഡൻ ഇതിലുള്ള പ്ലേയേഴ്സിനായിരുന്നു ഇട്ടേ. അന്നേരം നമുക്ക് അവരെ വിൽക്കുമ്പോൾ കുറേ പൈസ കിട്ടും.
ഞാൻ അതുപോലത്തെ കുറേ ആൾക്കാരെ വിറ്റു, പിന്നെ സിൽവറും വിറ്റു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് 5-ലാണ് നമ്മുടെ പൈസ ഇരിക്കുന്നത്. ഇനിയും ഞാൻ പറയാം ഒരു 6-ലോട്ടാവും ഗൈസ്. 6-ലോട്ടാവുമെന്ന് എൻ്റെ പ്രതീക്ഷ. ആവുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ആവത്തില്ലായിരിക്കും. ഞാനൊരു ഇത് വെച്ചിട്ട് പറഞ്ഞാൽ അല്ലേ, ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതലും വരാം. എന്ത് സംഭവിക്കാം ഗൈസ്, അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗൈസ്. എന്താണ് ഇത്രയും നാൾ കൊണ്ടല്ലോ നമുക്ക് കുറേ റിവാർഡ്സ് എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും എടുക്കാതെ ഇന്ന് എടുക്കാൻ വെച്ച എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റർ 4 ഇന്നത്തോടെ എൻഡ് ആവുകയല്ലേ. അപ്പോൾ ഗൈസ് അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ റൊണാൾഡീനെ ഇപ്പോൾ ബോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗൈസ് നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരെന്നും കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ റൊണാൾഡീനെ 98 ആയിരുന്നല്ലോ, ഇത് 99 ആക്കി ഗൈസ്. ഞാൻ ഇതെന്താണ് പറ്റിയത്, എന്തോ പറ്റി ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. അത് 100 ആവാനിരിക്കേണ്ടതായിരുന്നു. ബട്ട് ഞാൻ 100 ആക്കിയിട്ട് അവർ പറയുമോ ഫെയിലർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത്, നമുക്ക് 100 ആക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 മനുഷ്യരോ പ്ലെയർ പോയി റൊണാൾഡീനെ ഇതാക്കാൻ പോയിട്ട് ഗൈസ്. ഓ എടാ ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. ഇതെന്താണ് ചെറിയ ഗോൾ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്, ചെറിയതാണ്. ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം. എടാ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത ഏതെങ്കിലും കളിക്കുമ്പോൾ നമുക്ക് നോക്കാം ഗോളി കൊണ്ട് കുഴപ്പിക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ഒരു ടാസ്ക്കാണെന്ന് നിങ്ങൾക്കറിയാം ഗൈസ്. അതുപോലെ നമ്മുടെ അല്ല ഗൈസ് എൻ്റെ ഇല്ല, നമുക്കിനിയും കുറച്ച് മാച്ച് നമ്മുടെ ചാപ്റ്റർ 1 കളിക്കാനുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളെ അത് ഞാൻ പിന്നെ കാണിക്കാൻ പോവുകയാണെങ്കിൽ ഭയങ്കര ലോങ് ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഗൈസ് ഞാൻ എന്തായാലും അത് ഞാൻ അല്ലാതെ ഇരുന്ന് കളിച്ചിട്ട് അതങ്ങ് നമുക്ക് തീർക്കാം. ഓക്കെ ഗൈസ് നമ്മുടെ ഗിഫ്റ്റാണ് ഇനി ഇത് ഫ്രീ. ഓക്കെ ഗൈസ്, ഓക്കെ ഇനി കളക്ഷനിൽ പോയാൽ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഗൈസ്, നോക്കാം. ഒന്നും കിട്ടത്തില്ല. 103യുടെ ബെക്കാമിൻ്റെ നമുക്ക് വായിക്കാറുണ്ട്. നേരത്തെ നമുക്ക് ഉള്ളത് 2 ആയിരുന്നു കേട്ടോ. ഓക്കെ അപ്പം നമുക്ക് ഈ സ്റ്റിക്കർ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ കളക്ഷൻ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമ്മളെ പ്ലേയേഴ്സിനെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞില്ലേ ഗൈസ്, അവരെല്ലാം നമുക്കൊന്ന് എടുത്തിട്ട് വരാം. ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റീസിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല ഗൈസ് ആക്ടിവിറ്റിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്, ഞാൻ എടുത്ത് അപ്പോൾ നമുക്കിനി എക്സ്ട്രാ ടൈമിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ആയിരുന്നോ ഗൈസ്, ഞാനൊന്നും ഓർക്കുന്നില്ല. അല്ലല്ല എക്സ്ട്രാ ടൈം അല്ല. ഞാൻ പറയാം സ്റ്റോറിൽ അവിടെ ഉണ്ട് ഗൈസ്. എൻ്റെ സ്റ്റോറ് പോകട്ടെ. സ്റ്റോറ് പോകണില്ലല്ലോ, പോയി. ഓക്കെ ഗൈസ് ഇതിൽ നമുക്ക് ടോപ്പ് ഇവൻറ്റ്സിൽ പോകണം. ഇതിൽ നമുക്ക് കണ്ട ഇവിടെ ഒരു പ്ലെയറിനെ ഫ്രീ ആയിട്ട് നമുക്കിവിടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതാരാണെന്ന് കാണാം. വലിയ ലെജൻഡ് പ്ലെയറൊന്നുമല്ല ഗൈസ്, ചെറിയ വാല്യൂ ഉള്ള പ്ലെയറാണ്, അത്ര വലിയതൊന്നുമല്ല. നമുക്ക് ആരാ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 75 ഗൈസ്, നമുക്ക് വിൽക്കാനിടാം. ഇന്നല്ല കേട്ടോ, നമുക്ക് വേറെ ദിവസം. ഇപ്പോൾ ഒരാളെ കിട്ടിയില്ലേ, ഇനിയും പിന്നെ ഒരാളെയും കൂടെ കിട്ടാനുണ്ടായിരുന്നല്ലോ ഗൈസ്. അത് എവിടെ നിന്നായിരുന്നു? അല്ല ഇവിടെ നിന്ന് എന്തായാലും അല്ല, പിന്നെ എവിടെ നിന്നാണ്?
എക്സ്ട്രാ ടൈമിൽ നിന്നായിരുന്നു ഗേസ്. അയ്യോ ഞാൻ പെട്ടെന്ന് മറന്നു പോണേ ഗേസ്. ഇവിടുന്ന് ഡെയിലി പാർക്സിൽ പോയിട്ട് ഇവിടാണ് കേസ് ഉള്ളത്. ഇതേണ്ട ഒരു ഫ്രീ. ഓക്കെ, ഞാൻ ആദ്യം എക്സ്ട്രാ ടൈം അല്ലെന്ന് പറഞ്ഞു ഗേസ്. എടാ ഏതാണെന്ന് ചൂസ് ചെയ്യണം ഗേസ്. നമ്മളെ റിവാർഡ് ഏതെടുക്കണം ഗേസ്? ഇതെടുക്കണോ അതോ ഇതെടുക്കണോ? ഏത് പറ ഗേസ്, നിങ്ങളെ പറ. ഇതെടുക്കണോ? ഇവനെന്തായാലും ഞാൻ എടുക്കണില്ല. ഈ പ്ലെയറിനെ എടുക്കണോ അതോ ഇവനെ എടുക്കണോ? എങ്ങനാ ഇവനെ എടുക്കാം ഗേസ്. കൺഫേം കൊടുക്കുന്നോ ഗേസ്? എനിക്ക് വയ്യ, ഞാൻ കൺഫേം കൊടുക്കുകയാണ്. അവനെ എടുത്തിട്ടുണ്ട് ഗേസ്. അയ്യോ എടാ നമ്മുടെ ഫ്രീ എല്ലാം തീർന്ന്. ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. പൈസ അല്ല ഗേസ്, വേറൊരു സാധനമുണ്ട് പോയിൻ്റ്. ഈ കേസിന് നമുക്ക് മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് നമ്മളന്ന് വിൽക്കാനിട്ട പ്ലേസിനെല്ലാം നമുക്ക് നോക്കാം ഗൈസ്. അതുപോലെ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. മൈ വാച്ച് ലിസ്റ്റിൻ്റെ ഇത് ഞാൻ ഈ 3 പ്ലേയേഴ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ, നസ്രോ, ലയണൽ മെസ്സി, ഇവരെ 3 പേരെ ഞാൻ വാങ്ങിക്കും ഗൈസ്. അതിന് ലക്ഷ്യം ഇട്ട് വെച്ചേക്കുവാണ് ഗൈസ് ഞാൻ വാച്ച് ലിസ്റ്റിൽ. ഇനി മൈ ഓർഡേഴ്സ് പോവാം ഗൈസ്. പ്ലാൻ മോൾ കോയിൻസ് കൊടുക്കണ്ട, ഒരെണ്ണം നമുക്ക് ഇനി വാങ്ങിക്കാം. ഇത്രയും രൂപയോ? ഓക്കെ ഗൈസ്, നമ്മൾ 600 അടിച്ചു. കണ്ട ഞാൻ പറഞ്ഞില്ലേ 6 ആവത്തുള്ളൂ, അതിന് മേളിൽ അങ്ങോട്ട് പോകത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. ഇതെന്താണ്? എന്താ എക്സ്ട്രാ ടൈം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതെല്ലാം വാങ്ങിച്ചു. ഇത് നമ്മൾ അന്നേരം കിട്ടിയ പ്ലെയർ അല്ലേടാ? ആണെന്ന് തോന്നുന്നു, അതേ പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ മാർക്കറ്റിൽ പോട്ടെ. മൈ പ്ലേയേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന മെസ്സിയാണ് ഗേസ്, ലയണൽ മെസ്സിയാണ്. അതിന് നമുക്കിവിടെ 10 എണ്ണം വേണം അല്ല ഗേസ്, 2 പ്ലെയറാണെന്ന് തോന്നുന്നു. ഓക്കെ ഗേസ്, ഇവരെ ഒരാളെ വിറ്റാൽ കിട്ടുന്ന പൈസ ഞാൻ കാണിച്ചു തരാം. 85 വിൽക്കുവാണെങ്കിൽ കണ്ടോ ഇത്രയും കിട്ടുന്നത്. അതോ 84 വിൽക്കുവാണെങ്കിൽ ഇത്ര കിട്ടത്തുള്ളൂ കേസ്. ഇതാരാണെങ്കിൽ വിറ്റേക്കാം. ഏതോ സ്ട്രൈക്കറാണ് കേസ്. ഇവരെല്ലാം വിറ്റിട്ടങ്ങ് പൈസ ഉണ്ടാക്കാം കേസ്. ഇപ്പോൾ 2 പേരെ വിറ്റില്ലേ, ഒരാളെ ഇതും കൂടെ വിൽക്കാം കേസ്. ഓക്കെ കേസ്, അപ്പം ഞാൻ എന്തായാലും ഉണ്ടല്ലോടാ ഇന്നത്തെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എനിക്കിനി ഒന്നും പറയാനില്ല. അപ്പോൾ കേസ് നമ്മുടെ ഇത്രയും നാളും ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇത്രയും നാളും നമ്മുടെ ബെക്കാമിൻ്റെ ക്രോണിക്കിൾസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഗേസ്. അപ്പോൾ നമ്മുടെ ഇത് എൻ്റെ ആവുമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഗേസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് ഗേസ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നിങ്ങൾ ഏതെങ്കിലും ഈവൻറ്റ് കളിക്കണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെ കളിക്കാം ഗേസ്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.